ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനുള്ളത് സ്കൂളത്തെ ആനുവൽ ഡേയിലാണ്. എൻ്റെ സ്കൂളത്തല്ല, വേറെ സ്കൂൾ, വെങ്ങപ്പള്ളിത്തെ ഒരു സ്കൂളിലാണ്. ഞാൻ എന്താ അവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ഉമ്മച്ചി ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസ് കൊടുക്കാനും മാറ്റാനും സഹായിക്കാനായിട്ടാണ് വന്നത്. ഞാൻ സ്കൂൾ വിട്ടിട്ടാണ് വന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇയാളാണ് ഭയങ്കര മടിയാണ് ക്യാമറേൻ്റെ മുന്നിലേക്ക് വരാമെന്ന് വെച്ചാൽ. അപ്പോഴാണ് ഗൈസ് അവിടെ ഒരു കുട്ടി നോക്കിയിരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നല്ല രസമുണ്ടല്ലേ, ഉടുപ്പാണ്. പിന്നെ അവിടെ ഒപ്പന കുട്ടികൾ അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കാരേ ഉള്ളൂ എന്നല്ല, അവിടെ ബാക്കി കുട്ടികൾ മേലെ പോയിട്ടുണ്ടാവായിരിക്കും. അവിടെ മണവാട്ടീൻ്റെ അടുത്ത് പോയതട്ടോ. ഒരു മണവാട്ടീനെ കാണാനൊക്കെ ഉണ്ട്. അടിപൊളിയാണല്ലേ ഗൈസ്. ഞാൻ സത്യം പറയും ഗൈസ്, ബോറടിച്ചിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയത്. പിന്നെ ഞങ്ങൾ അവിടെ ആട്ടോ ഇരുന്നത്, ബോറടിക്കല്ലേ. അപ്പോൾ ഉമ്മച്ചത് അതിൻ്റെ ഇടയിലുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ വിചാരിച്ച് ഇതാണ് കേട്ടോ നമ്മളെ മണവാട്ടി. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ തന്നെ. പിന്നെ അവരമ്മമാരായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. എന്തായാലും എല്ലാവരും ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലോട്ട് ഇങ്ങനെ വെറുതെ റസം പിടിച്ച് ചീന്തിട്ട് ആവശ്യമില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങളിവിടെ ഇല്ലേ. കുറേ കുട്ടികളെ കുറേ കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി നിൽക്കുന്നുണ്ട്. ഹാളിൽ പോയി സ്കൂൾ വെച്ചിട്ടല്ല നടക്കുന്നത്, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡാൻസ് നല്ല രസമുണ്ടല്ലോ. കുഞ്ഞിനാണ് സ്റ്റെപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് നിൽക്കി കുഞ്ഞു കുട്ടികളല്ലേ കൊടുത്തേക്ക്. എന്നാലും നല്ല രസം കേട്ടോ ഗൈസ് കളിക്കുന്ന. കോസ്റ്റ്യൂംസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. ഞാൻ സ്കൂളിൽ വിട്ട് അങ്ങോട്ട് വന്നുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. നല്ല വിശക്കുന്നുണ്ട്. ബട്ട് ഈ ഡാൻസ് കാണാണ്ട് എന്താ അറിയില്ല, പോകാൻ തോന്നിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഡാൻസ് കഴിഞ്ഞിട്ട് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. നല്ല രസം കേട്ടോ. കുട്ടികളെ വെക്കുന്നതാണ്. നമ്മളിവിടെ അടിയാണ് ഗൈസ്. വീഡിയോ ഇടിക്കുകയാണെങ്കിൽ ഒരു ചേച്ചിയാണ് അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ നേരെ എന്തൊക്കെ അവിടെ അങ്ങോട്ട് ഇരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി വീഡിയോ എടുക്കാനും ഇപ്പോൾ വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ ഗൈസ്. നല്ല രസം കേട്ടോ ഗൈസ്. അത് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പം തന്നെ പോയി ചെയ്യണേ, വെറുതെ ഇരിക്കില്ല, അത് ചെയ്തേക്ക്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നേരെ തിരിച്ചറിഞ്ഞ് നമ്മളപ്പോൾ താഴോട്ട് പോകട്ടെ. അവിടെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ വെൽക്കം ഡാൻസ് കണ്ടില്ല, ആ കുട്ടികളാണ്. കഴിഞ്ഞിട്ട് നേരെ ഒരു കോസ്റ്റ്യൂംസ് മാറ്റാൻ പോയത്. അപ്പോഴാണ് ഈ പൊട്ടത്തി ചെരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നത്. അപ്പോഴാണ് ആ പൊട്ടത്തി ബുദ്ധി വെച്ചത്. ഇതാ ഗൈസ് അവിടെ നല്ല ഭംഗിയുണ്ടല്ലേ മണവാട്ടിയത്തെ കാണാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വെൽക്കം ഡാൻസിൻ്റെ വീഡിയോ എടുക്കാറില്ലേ, അപ്പം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് ഞങ്ങൾ മാറിയിരുന്നു. പിന്നെ ഞങ്ങൾ നടുക്ക് നിന്ന് അപ്പുറത്തൊക്കെ കാണാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കാണണം. അപ്പോൾ ഞങ്ങൾ സീറ്റ് കയറിയിരുന്നു. അതാണ് ഞാൻ അവിടുന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് മാറിയിരുന്നതെന്ന് വിശദീകരിച്ച് പറയാൻ പറ്റില്ല, സോറി ഗൈസ്. ഹൊറർ മൂഡ് ഗൈസ് അവിടെ കണ്ടില്ലേ. ഇവിടെ നമുക്ക് നമ്മളെ വെൽക്കം ഡാൻസ് കണ്ട അതേ കുട്ടികൾ തന്നെ അവിടെ ഡ്രസ്സ് മാറ്റിയിട്ട് അവരെ ഡാൻസ് ചെയ്യുന്നില്ലേ. ഇനി അവരെ കോസ്റ്റ്യൂംസ് അയച്ചു വെക്കുകയാണ്. ഞങ്ങൾക്കിനി ഈ അയച്ചു വെച്ചിട്ടൊക്കെ ഞങ്ങൾക്കിനി പോകാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. കാരണം എന്ന് വെച്ചാൽ ഇനി എടുക്കാൻ ഫോണിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.